ശ്രീ പ്രസന്നൻ ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ ശബരിമല സീസണിൽ തുടക്കത്തിൽ തന്നെ പാളിച്ചകൾ വ്യക്തമാകുന്നു. എന്തായാലും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇന്നത് പരിഹരിക്കപ്പെട്ടു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇപ്പോൾ നിങ്ങളെ ചർച്ചകൾ കേട്ടു. സത്യത്തിൽ തുടക്കത്തിൽ തന്നെ സർക്കാരിന് പാളി. അത് പാളാൻ പാടില്ല. ഒരു സമുദായത്തിന്റെ മാത്രം എല്ലാ വിഷയങ്ങളും എപ്പോഴും പാളുന്നു. അതുകൂടാതെ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ പ്രശ്നം ചർച്ചയിൽ നിൽക്കുന്നു. അപ്പൊ സർക്കാർ ഏതോ ഒരു രീതി പേടിച്ചോ അതോ അയ്യപ്പൻ പേടിപ്പിച്ചോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പാളി എന്നുള്ളത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ സാർ തന്നെ പറയുന്നുണ്ട്. അയ്യോ, അവിടെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടുത്തെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, മാധ്യമങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കുറച്ചു മുമ്പ് മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു വാണിംഗ് തരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് സത്യം സത്യത്തെ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും നേരത്തെ അറിയാം വൃശ്ചികം 1 ആണെന്നും വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങുകയാണെന്നും ഒക്കെ കൃത്യമായി അറിയാം. പക്ഷെ അതൊന്നും അറിയാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. സർക്കാർ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഈ സ്വർണ്ണപ്പാളി വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പഴയ കാര്യം. പുതിയതായിട്ട് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുമല്ല, സർക്കാരിന്റെ ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ ഏറ്റവും പുണ്യസ്ഥലം എന്ന് ഉള്ളത് കൂടാതെ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. സർക്കാരിന് വിശ്വാസമില്ലായിരിക്കും. വിശ്വാസമില്ലാത്ത സർക്കാർ വിശ്വാസികളെ വരുമാനം ഉണ്ടോ? പിന്നെ സർക്കാരിന് എന്താണ് വരുമാനം? കേട്ടില്ല. എങ്ങനെ? സർക്കാരിന് എന്താണ് അങ്ങനെ ഒരു വരുമാനം? സർക്കാരിന്റെ ചെലവല്ലാതെ ശബരിമല കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? ആര് പറഞ്ഞ കിരൺ? കൃത്യമായി സർക്കാരിന് ചെലവ് കോടിക്കണക്കിന് രൂപ വരുമാനമായി സർക്കാരിന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്? ഭക്തരുടെ കയ്യിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളെ നമ്മളെ സംസ്ഥാനങ്ങളിലെ ഭക്തന്മാര് വരും. മീൻസ് ഒരാളൊരു ചായ കുടിക്കുന്നത് പോലും സർക്കാരിന് കിട്ടുന്ന സമൂഹത്തിനാകെ ഉണ്ടാകുന്ന വരുമാനമാണ്. അത് ചായ കുടിക്കുന്നത്, ഹോട്ടലിൽ കഴിക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ സർക്കാരിന് പ്രത്യേകമായി ഇപ്പൊ ചായ കുടിക്കുന്നത് ഹോട്ടലിന്റെ ബില്ലിൽ നിന്നുണ്ടാവുന്ന നികുതിയോ അല്ലെങ്കിൽ അതല്ലാതെ സർക്കാരിന് നേരിട്ടൊരു വരുമാനം ശബരിമല കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? അല്ലല്ല, ആ ബില്ലിൽ ഒരാളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളൊരു ചായ കുടിക്കുന്ന ഒരു ഹോട്ടലിൽ അതിന് GST ബില്ലില് അല്ല, അത് ഞാൻ സമ്മതിച്ചു. ബിനോയ് പറഞ്ഞത് സർക്കാർ ശബരിമല കൊണ്ടുണ്ട്. അവിടെ ആള് കൂടുന്ന ഏത് സ്ഥലത്തും അങ്ങനെ ആ തരത്തിലേക്കുള്ള വരുമാനം സർക്കാരിനും സമൂഹത്തിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ സർക്കാരിന് ശബരിമല കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ചെലവഴിക്കുന്ന കാശ് വെച്ച് കണക്കൂട്ടി വെക്കുമ്പോൾ ശതമാനം അതുപോലും നികുതി ഇനത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് രീതിയിലായാലും പ്രത്യക്ഷമായും പരോക്ഷമായും സർക്കാരിന് പൈസ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ശബരിമല. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കി. 2, ഈ ശബരിമലയിൽ ഇപ്പൊ ഈ കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ അടിച്ചോണ്ട് പോയില്ലേ? സ്വർണം അടിച്ചോണ്ട് പോയതിനകത്ത് ഉത്തരവാദി സർക്കാരല്ലേ? അപ്പൊ സർക്കാരിന് പിൻവാതിലിലൂടെയും മുൻവാതിലിലൂടെയും എല്ലാം പൈസ കിട്ടുന്നതല്ലേ? പിന്നെ സർക്കാരിന് താങ്കൾ സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ കുറെ ആളുകൾ കുറെ കാലം കൊണ്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമലയിൽ ഇടുന്ന പൈസ എല്ലാം സർക്കാരിന് കിട്ടുകയാണ്, സർക്കാർ അതെടുത്താണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അതല്ല എന്ന് 100 തവണ പറഞ്ഞാലും പിന്നെയും പിന്നെയും പ്രചരിപ്പിക്കുന്ന ഒരു ചില പ്രത്യേക രാഷ്ട്രീയ ആശയക്കാരുണ്ട്. അവരറിഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ്, കള്ളം പറയുന്ന ഒരു ശീലമാക്കി പ്രചരിപ്പിക്കുന്നതാണ്. അപ്പൊ അതേറ്റ് പറഞ്ഞുകൊണ്ട് താങ്കളും അതേറ്റ് പറയുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ കിരണോട് ചോദിക്കട്ടെ, സർക്കാരിന് ശബരിമലയിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല അല്ലേ? ശബരിമലയിൽ നിന്ന് ഭക്തരിടുന്ന ഏതെങ്കിലും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ സർക്കാരിന് നയാ പൈസയും സർക്കാരിന് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കിരണിന് അയച്ചു തരാം. സർക്കാർ ശബരിമലയിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ വരുന്ന ഭക്തർ വഴിയിൽ നിന്ന് കുടിക്കുന്ന ചായയുടെയോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ, അവർ പന്തളത്തിറങ്ങി താമസിച്ചാൽ ഒരു ഹോട്ടലിൽ താമസിച്ചാൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നികുതിയോ അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ ഏതെങ്കിലും ഒരു പങ്ക് സർക്കാർ എടുക്കുന്നില്ല, സർക്കാരിന് അത് കിട്ടുന്നില്ല. സർക്കാരിന് ശബരിമല ക്ഷേത്രത്തിന് ഉത്സവത്തിന് വേണ്ടി അത് ഏത് സർക്കാർ ഇരുന്നാലും, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാർ ഇരുന്നാലും അവർ അങ്ങോട്ട് ചെലവഴിക്കുന്നതല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല. അതൊരു തെറ്റായ വിശ്വാസമാണ്, അല്ലെങ്കിൽ തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. ഉറപ്പാണല്ലേ? 100% ഉറപ്പാണ്. ശബരിമല ക്ഷേത്രത്തിലിടുന്ന പണത്തിൽ നിന്ന് നയാ പൈസ പോലും സർക്കാരിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ സംവിധാനങ്ങളാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മുഴുവൻ. അത് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ലേ പറ്റൂ. അല്ല, അത് ഉപയോഗിക്കാൻ പറ്റും. ഞാനതാ ചെയ്യേണ്ടതല്ല പറഞ്ഞത്. സർക്കാരിന്റെ പണം തന്നെയാണ് അവിടെ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും, അവിടത്തേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതും, അവിടത്തേക്ക് പോലീസുകാരെ വിടുന്നതും, അവിടത്തേക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെയാണ്. സർക്കാരിന്റെ അക്കാര്യത്തിൽ ചെലവല്ലാതെ ഏതെങ്കിലും തരത്തിൽ വരുമാനമില്ല. അത് ശബരിമലയിൽ മാത്രമല്ല കിരണേ. അല്ല, അത് എവിടെയായാലും അങ്ങനെ തന്നെ. ഞാൻ ശബരിമലയുടെ കാര്യമല്ല പറഞ്ഞു. ശബരിമല കേന്ദ്രീകരിച്ചാണല്ലോ ഈ കള്ളം പ്രചരിപ്പിക്കപ്പെടുന്നത്. ശബരിമലയിൽ ഇടുന്ന പണമെല്ലാം അതാത് കാലത്ത് സർക്കാരുകൾ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറയുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനായ താങ്കൾ അത്തരം ഒരു ആരോപണം ഏറ്റു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്.
ഒരു കള്ളവും പറയുന്നില്ല. ശബരിമലയെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല. അല്ല അതൊക്കെ പറഞ്ഞു, വേണ്ട ഞാൻ രീതിയിൽ അതിലൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല പരിപാലിച്ചെന്ന് പറയുന്നില്ല, എന്ന് ഞാൻ പരിപാലിച്ചില്ല എന്ന് പറയുന്നു. പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണല്ലോ മോഷണം പറഞ്ഞത്. ഒന്നും നടന്നിട്ടില്ല. അവിടുന്ന് സ്വർണ്ണപ്പാളി ഒന്നും പോയിട്ടില്ല. വെറുതെ ഈ പത്രക്കാർ പറയുന്നത് അല്ലേ? ശരി ബിനോയ്, ഞാൻ ആ വിഷയത്തിലൊന്നുമല്ല തർക്കിച്ചത്, താങ്കളുമായി ഒറ്റ വിഷയത്തിൽ മാത്രമാണ് തർക്കിച്ചത്. അവിടുത്തെ പണം സർക്കാർ എടുക്കുന്നു എന്ന വിഷയത്തിൽ മാത്രമാണ്, അല്ലാതെ സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിലും അല്ലെങ്കിൽ അവിടെ സൗകര്യം ഒരുക്കിയുള്ള വിഷയത്തിലൊന്നും എനിക്ക് അങ്ങനെ മറിച്ച അഭിപ്രായമൊന്നുമില്ല. താങ്കൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണുള്ളത്. ശരി, ഞാൻ താങ്കൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു ശരി, തന്നേക്കാം. എനിക്ക് അയക്കണമെന്നില്ല, താങ്കൾ തന്നെ എടുത്ത് പഠിച്ചാൽ മതി. അല്ല, ഞാൻ താങ്കൾക്ക് കൂടി ഇത് അയച്ചു തന്നേക്കാം. ശരി, ഓക്കെ, അയച്ചു തന്നോളൂ. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്.